ഏറ്റവും എളുപ്പത്തിൽ ഭൂമിയിൽ എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മാവേലി ആദ്യം എത്തിച്ചേർന്നത് കൊച്ചിയിലാണ്. വ്യത്യസ്തമായി ഒരുപാട് പ്ലാനുമായിട്ടാണ് മാവേലിയുടെ വരവ്. ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ മാവേലിയുടെ പ്രധാന പ്രശ്നം പാതാളത്തിൽ ഒരു നല്ല വക്കീൽ ഇല്ലെന്നുള്ളതാണ്. റോട്ടറിയെയും അതിൽ തന്നെ സുപ്രസിദ്ധിയുള്ള വക്കീലന്മാരെ പറ്റിയും കേട്ടറിഞ്ഞ് മാവേലിയുടെ ആദ്യ സന്ദർശനം ഒരു കോടതി മുറിയിലേക്കായിരുന്നു. ഇത് നമ്മുടെ സന്തോഷ് മാവനല്ലേ? തന്റെ 16ന്റെ സ്പെഷ്യലൈസേഷൻ എല്ലാം കഴിഞ്ഞ് ഇതുവരെ പുറത്തു വന്നില്ലേ? താടിയെല്ലാം പോയല്ലോ. നീയുള്ളാണോ പഠിച്ചത്? കഴിഞ്ഞ കൊല്ലം നോം വന്നപ്പോഴും താൻ ഇവിടെ തന്നെ കറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഓ, എന്ത് പറയാനാ മാവേലി, കഴിഞ്ഞ കൊല്ലം ഈ കേസ് ഇവിടുത്തെ പേരുകേട്ട ഒരു വക്കീലിനെ ഏൽപ്പിച്ചതാണ്. ഇതുവരെ ഒരു തീർപ്പായില്ല. അതുകൊണ്ട് തന്നെ പുതിയ CD പിടിക്കാനായില്ല. അതൊക്കെ പോട്ടെ, മാവേലി എന്താ ഇവിടെ? ഒന്നും പറയേണ്ട സന്തോഷേ, നമ്മുടെ ദാസിയാണോ കുളിക്കുന്നത് എന്ന് ഞാനൊന്ന് എത്തി നോക്കി. ഇപ്പോൾ അതും ഒരു പീഡനമാണല്ലോ. ഒരു നല്ല വക്കീലിനെ അന്വേഷിച്ചു വന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആ പ്രഗത്ഭനായ വക്കീൽ നരിമാൻ നാരായണൻ ഇവിടെ ഒരു കേസിൽ ഹാജരാകുന്നുണ്ട്. അദ്ദേഹമാണല്ലോ ഏറ്റവും മിടുക്കൻ. ഒരു പണി മാവേലി കിട്ടിയിരിക്കട്ടെ. ഇത്രയും പ്രഗത്ഭനാണോ നരിമാൻ നാരായണൻ? പിന്നെ ബീഹാറിലെ യൂണിവേഴ്സിറ്റിയിൽ 11 വർഷം നിയമം പഠിച്ച ആളല്ലേ. മാത്രമല്ല ഇടയ്ക്ക് കോട്ടൊക്കെ ഊരി വെച്ച് ബാങ്കോക്കിൽ പോകുന്ന ശീലവുമുണ്ട്. എങ്കിൽ ഈ വാരം ഒന്ന് കണ്ടു കളയാം. നമ്മുടെ കേസും ഏൽപ്പിക്കാമല്ലോ. കോടതി മുറി. പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് നരിമാൻ നാരായണൻ ഹാജരുണ്ടോ? പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് നരിമാൻ നാരായണൻ ഹാജരുണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. പ്രതി മാത്തച്ചൻ, താങ്കൾ ഓസ്ട്രേലിയൻ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്ന് എയർപോർട്ട് റോഡിൽ വെച്ച് ഡ്രൈവിംഗിനിടെ ഫോൺ ചെയ്തു എന്നതാണ് താങ്കളുടെ പേരിലുള്ള കുറ്റം. എന്തുകൊണ്ടാണ് 1000 രൂപ ഫൈൻ അപ്പോൾ തന്നെ നൽകാതെ കേസ് ഈ കോടതിയിലേക്ക് വലിച്ചിഴക്കാമെന്ന് വിചാരിച്ചത്? വെൽ യുവർ ഓണർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം എന്റെ വക്കീൽ പറയും. യുവർ ഓണർ, എന്റെ കക്ഷി ഫോൺ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല സർ. പള്ളുരുത്തിയിലെ ഡോക്ടർ കരുൺ ബാബുവിന്റെ അടുത്ത് പല്ലെടുത്ത ശേഷം എന്റെ കക്ഷി വായ തുറന്നിട്ടേയില്ല. അതെങ്ങനെയാണോ ഞാനിപ്പോ സംസാരിച്ച ജഡ്ജി കേട്ടതല്ലേ? ഓ, അങ്ങനെ ശരി, ജീവിതം കേൾക്കില്ലെന്ന് താങ്കൾ പറഞ്ഞു. തന്റെ മൊബൈലിൽ പുതിയ പീസ് വന്നിട്ടില്ലേ? അതൊന്നും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും എന്റെ മൊബൈലിൽ. പ്രതിയല്ലേ ഈ കോടതി മുറിയിൽ ഇപ്പോൾ സംസാരിച്ചത്? സർ, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റില്ലെന്നാ. കണ്ണ് മാത്രമല്ല, അവന് ബോധം തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പ്രതി വണ്ടി ഓടിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ ഫാഷൻ ഷോ കാണാൻ മുന്നിൽ തന്നെ വായ പൊളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അന്ന് തുറന്ന വായ ഇതുവരെ അടച്ചിട്ടുമില്ല. ഓ, കംപ്ലീറ്റ് കൺഫ്യൂഷനായി. സാർ, സെക്ഷൻ 123/4 പ്രകാരം എന്റെ കക്ഷിക്ക് ഒരു ശിക്ഷയെ കൊടുക്കാൻ പറ്റില്ല സർ. വക്കീൽ, താങ്കൾ ഈ കേസ് ശരിക്കും പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? 123/4 കൊലപാതക കുറ്റമാണ്. ഇതൊക്കെ കോടതിയിൽ ഞാനാണോ തന്നെ പഠിപ്പിക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ചയിലല്ലേ 1-2 സെക്ഷൻ ഞാൻ തന്നെ പഠിപ്പിച്ചത്. ക്ഷമിക്കണം സർ, ഞാൻ ഉദ്ദേശിച്ചത് സെക്ഷൻ 184/3 ആണ്. സെക്ഷൻ 184/3 അത് എനിക്ക് താല്പര്യമുള്ള സെക്ഷൻ തന്നെയാണ്. അത് ബലാത്സംഗ കുറ്റമാണ്. എന്റെ അമ്മേ, ഇവ കൊളവാക്കും. കേസ് തോറ്റത് തന്നെ. ഇത്രയും നേരം
കോടതിയെയും ജനങ്ങളെയും വിട്ടികളാക്കിയ ഈ രണ്ട് റൊട്ടേറിയൻസും ഈ നാടിന് തന്നെ അപമാനമാണ്. ആ സ്ഥിതിക്ക് ഇവർ രണ്ടുപേരെയും മേജർ ഡോണേഴ്സാക്കി തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിക്കുന്നു. ഇതോടെ റോട്ടറിയിലെ വക്കീലന്മാരെ പറ്റി ഒരു ധാരണ കിട്ടിയ മാവേലി അടുത്ത പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ചു ദിവസമായി മാവേലിയെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഠിനമായ പല്ലുവേദന. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ദന്ത ഡോക്ടറായ ഡോക്ടർ ചന്ദ്രൻ പല്ലൂരാന്റെ അടുത്തേക്കാണ് മാവേലി അടുത്തതായി പോയത്. സീൻ ടു ഡെന്റൽ ക്ലിനിക്. ഞാൻ മാവേലിയാണ്. പല്ലിന് ചെറിയൊരു വേദന. അയ്യോ രക്ഷിക്കണേ, എന്റെ കൈ, എന്റെ നെഞ്ച്, എന്റെ പല്ലിനാ വേദന. മിണ്ടാതിടൂ, പുറത്തു വന്ന പേഷ്യൻസ് കൂടി ഓടിപ്പോകും. അതിന്റെ ചാർജ് ഞാൻ തന്റെ മേടിക്കേണ്ടി വരും. നോക്കി ഞാൻ പിടിച്ചു വരൂ. എന്റെ അമ്മേ, അമ്മായി അമ്മേ, രക്ഷിക്കണേ, എന്റെ പല്ല്. അയ്യോ അയ്യോ. ആ, എന്താ വന്നത്? ഒന്ന് കാണാൻ വന്നതാ. അല്ല, ആരാ ഇവരൊക്കെ? അതെന്റെ കോർപ്പറേറ്റ് ടീമാണ്. ഓമും പുത്തനും. ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ ഇവരെ കൊണ്ടാണ്. ഇവരാണല്ലോ കഴിഞ്ഞ കുറെ ദിവസമായി TV നിറഞ്ഞു നിൽക്കുന്നത്. അല്ല, ഇവരെങ്ങനെയാണ് താങ്കളെ സഹായിക്കുന്നത്? ഓ, ഇപ്പൊ ഈ ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. പള്ളുരുത്തിയിലുള്ള ഒരു ഡോക്ടർ കരുൺ ബാബു സ്വന്തമായി രാത്രിയിൽ പല്ലടിച്ചിട്ട് രാവിലെ അത് ഫിറ്റ് ചെയ്ത് കാശുണ്ടാക്കും. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുക. ഇവർ രാത്രിയിൽ പോയി കാര്യം നടത്തും. പിറ്റേന്ന് എനിക്ക് നല്ല ബിസിനസ്സാണ്. അത് കൊള്ളാമല്ലോ. അപ്പോഴെന്തെങ്കിലും കയ്യബദ്ധം പറ്റിയാൽ? അതൊരു പ്രശ്നമേ അല്ല. അപ്പോ തന്നെ ഞാൻ അഡ്വക്കേറ്റ് നരിമാൻ നാരായണനെ വിളിച്ച് കേസ് ഏൽപ്പിക്കും. പിന്നീട് അവർ വെളിച്ചം കാണാറേയില്ല. അല്ല, മാവേലി എന്താ വന്നത്? അങ്ങേക്കും പല്ലെടുക്കാനാണോ? ഇല്ലില്ല, ഞാൻ ചുമ്മാ വന്നതാ. എന്നാ പിന്നെ നോമങ്ങട്ടെ. ഇതാരാ? താനല്ലേ കുറച്ചു മുമ്പ് പല്ലൂരന്റെ ക്ലിനിക്കിൽ നിന്ന്